ഓം ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യാഴത്തെക്കുറിച്ചാണ്. വ്യാഴത്തിൻ്റെ കാരകത്വവും വ്യാഴത്തിനെയും മനസ്സിലാക്കാം. വ്യാഴം, ഗുരു, ബൃഹസ്പതി എന്നീ പേരുകൾ അറിയപ്പെടുന്നത് ഗ്രഹമാണ് വ്യാഴം. ഈശ്വരകാരകത്വം നിറഞ്ഞ ഗ്രഹമാണ് വ്യാഴം. നവഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഗ്രഹവും വ്യാഴമാണ്. ബ്രഹ്മാവിൻ്റെ പുത്രനായ അങ്കിരസ് മഹർഷിക്ക് വസുതയിൽ ജനിച്ച പുത്രനാണ് ബൃഹസ്പതി. 8 വെള്ളക്കുതിരകളെ പൂട്ടിയ സ്വർണരഥത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ദേവസദസ്സിൽ രാജാക്കന്മാരും മന്ത്രിമാരും എല്ലാവരും ഒരുപോലെ നമസ്കരിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയാണ് ഗുരു ബൃഹസ്പതി. വ്യക്തിത്വം കൊണ്ട്, സ്ഥാനം കൊണ്ട്, വ്യക്തിത്വമാകുന്ന പവർ കൊണ്ട് അലങ്കരിക്കപ്പെട്ട, എല്ലാവരും ആദരിക്കുന്ന, നമസ്കരിക്കുന്ന ആളാണ് വ്യാഴം. സ്ഥാനമാനങ്ങളോ പദവികളോ കൊണ്ടല്ല, വ്യക്തിത്വത്തിലൂടെ, ഗുരുത്വത്തിലൂടെ എല്ലാവരും കൈകൂപ്പി വണങ്ങുന്ന ആളാണ് ഗുരു ബൃഹസ്പതി. ഇപ്പോൾ എല്ലാവരും ഒരുപോലെ നമസ്കരിക്കുന്ന വ്യക്തിയാണ്. നന്മ, ഗുരുത്വം, സത്യസന്ധത ഇതെല്ലാം ഗുരുവിൻ്റേതാണ്, വ്യാഴത്തിൻ്റെ കൃപയാണ്. കഫപ്രകൃതി, തടിച്ച് കൊഴുപ്പുള്ള ശരീരം, കൊഴുപ്പ് കൂടുതലായി കാണപ്പെടുന്ന ശരീരപ്രകൃതം, ചുവപ്പ് പോലെ തോന്നിക്കുന്ന തെളിഞ്ഞ കണ്ണുകൾ, സിംഹഗർജനം പോലെയുള്ള ഗാംഭീര്യമുള്ള ശബ്ദം, ക്ഷമ ഉള്ള ആളായിരിക്കും. ആവശ്യങ്ങൾ കഴിഞ്ഞാലും, ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാലും ധനം ധാരാളം ഉണ്ടാകും. അതാണ് വ്യാഴം ബലവാനായാലുള്ള ഗുണം. ശുക്രനോ മറ്റ് ഗ്രഹങ്ങളോ ബലവാനാകുന്ന പോലെ ധനമുണ്ടാകുന്നത് പോലെയല്ല. വ്യാഴബലം ഉണ്ടെങ്കിൽ ആവശ്യത്തിൽ കഴിഞ്ഞും ധനം നമ്മളിൽ ഉണ്ടാകും. അതാണ് വ്യാഴബലത്തിൻ്റെ പവർ. സഹായിക്കുന്നത്, സ്നേഹിക്കുന്നത്, റിയൽ സ്നേഹമായിട്ടുള്ള, ത്യാഗപൂർണമായ മനസ്സോടുകൂടിയുള്ള സ്നേഹം, ഇതെല്ലാം വ്യാഴത്തിൻ്റെയാണ്. ഹയർ എഡ്യൂക്കേഷൻ, റിലീജിയസായി ഇരിക്കുന്നത്, പ്രധാനമായും സ്പിരിച്വൽ നേച്ചർ, ഉള്ളിൽ നിന്ന് വരുന്നത്, അനുഭവത്തിൽ നിന്നും ഉള്ളിൽ നിന്നും വരുന്നതുമായ സ്പിരിച്വൽ നേച്ചർ, അറിവ് വികസിപ്പിക്കാൻ സഹായിക്കുന്നത്. എത്രത്തോളം അറിവ് നമുക്ക് സമ്പാദിക്കാമോ അതിനോട് ഊർജ്ജസ്വലത കാണിക്കുന്നത്, ഒരാൾക്ക് ഉപദേശിച്ചു കൊടുക്കാൻ കഴിയുന്നത്, മനസ്സിലാക്കാനുള്ള പ്രവണത. വ്യാഴദശയിൽ ബലക്കുറവുണ്ടാക്കുന്നത് അത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ്. അതായത് ഓരോ കാര്യങ്ങൾ വ്യാഴം ബലക്കുറവുള്ള സമയത്ത്, വ്യാഴദശാകാലത്ത് ഈശ്വരാധീനപരമായിട്ടുള്ള കുറവുകൾ അതുപോലെ അത് വർദ്ധിക്കും. ഇപ്പം മദ്യപാന ആസക്തിയുള്ള ആളാണെങ്കിൽ
ഈ വ്യാഴദശാകാലങ്ങളിൽ ബലക്കുറവുള്ള സമയത്ത് മദ്യപാന ആസക്തി കൂടും, കുറയാതെ കൂടി 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 അത് വിപത്തിലേക്ക് നയിക്കും. അങ്ങനെയുള്ള അവസ്ഥ, ധനം കൂടുതലായി നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്ത് നഷ്ടപ്പെടുന്ന അവസ്ഥ, ഇതെല്ലാം ഉണ്ടാക്കുന്ന ഗുരുത്വമില്ലാത്ത പ്രവൃത്തിക്ക് കാരണമാകുന്ന അവസ്ഥയാണ്, ഈശ്വരാധീനമില്ലാത്ത രീതിയിലുള്ള പ്രവൃത്തിക്ക് കാരണമാകുന്ന അവസ്ഥയാണ് വ്യാഴം പിഴച്ചാലും വ്യാഴം ബലക്കുറവുണ്ടായാലും. അതായത് അതുപോലെ ടീച്ചേഴ്സ്, അഡ്വൈസർ, മൊറാലിറ്റി, ഹോണസ്റ്റി, ഇതെല്ലാം വ്യാഴമാണ്. ഈശ്വര കാര്യങ്ങൾ ചെയ്യുന്ന യഥാർത്ഥ പ്രീസ്റ്റ് അത് വ്യാഴമാണ്. ആകാശതത്വം, ശബ്ദ തന്മാത്രയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, ശബ്ദങ്ങളിലൂടെയും ശബ്ദ തന്മാത്രകളിലൂടെയും കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കാനുള്ള കഴിവ്, ഈശ്വരീയപരമായിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള അതീന്ദ്രിയ ജ്ഞാനം, ത്യാഗം, യജ്ഞം, പുരാണങ്ങൾ, സഹസ്രനാമങ്ങൾ, പ്രാർത്ഥനകൾ, സാധനകൾ, ചിട്ടകൾ, അടുക്കും ചിട്ടയും, ഈശ്വരീയമായ ചിന്തകൾ, ക്ഷേത്രങ്ങൾ, ഇതെല്ലാം വ്യാഴമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അറിവ് നേടുന്ന ഏത് കാര്യവും, ജീവാത്മാ പരമാത്മാ തത്വം മനസ്സിലാക്കി തരുന്നതും വ്യാഴമാണ്. പുണ്യാത്മാക്കൾ, കൊഴുപ്പ് നിമിത്തമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ബലക്കുറവ് സംഭവിക്കുമ്പോൾ, വ്യാഴ ബലക്കുറവ് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതുപോലെ സന്താനങ്ങൾ, ശുക്രൻ, രാഹു എന്നിവയുടെ ബലമാണ് സന്താന ഉൽപാദനവും കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. അത് തരുന്നത് വ്യാഴമാണ്. ഉൽപാദനവും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി തരുമെങ്കിലും അതിൻ്റെ യഥാർത്ഥ വളർച്ചയിൽ ആക്കി അതിനെ തരുന്നത്, ഒരു കുട്ടിയായിട്ട് സന്താനമായിട്ട് നമുക്ക് തരുന്നത് വ്യാഴകാരകത്വമാണ്. ഈശ്വര ഇച്ഛ കൊണ്ടേ അത് കിട്ടുകയുള്ളൂ. കുട്ടികളുണ്ടാകുന്നത് ഈശ്വരാധീനം കൊണ്ട് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. സൃഷ്ടിക്കുവാനുള്ള കഴിവ്, ആ കുട്ടിയുടെ സൃഷ്ടി, അതാണ് വ്യാഴം. കർമ്മഫലത്തെ കാണിച്ചു തരുന്നത്, നമ്മുടെ ജീവിതമാർഗത്തിൽ ഏത് ജീവിതമാർഗത്തിലൂടെയാണ് നമ്മൾ പോകേണ്ടതെന്നുള്ള കർമ്മഫലത്തെ, ആ പ്രവണതയെ, ആ വഴിയെ, ആ പ്രകാശത്തെ കാണിച്ചു തരുന്നത് ജ്ഞാനമാകുന്ന, ഗുരുവാകുന്ന, വഴികാട്ടിയാകുന്ന ജൂപ്പിറ്റർ, ബൃഹസ്പതിയാണ്. അതുപോലെ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ, അതുപോണക്ക് ഗർവ്, അറിവ് ഉണ്ടാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗർവ്, അത് ഗർവെന്ന് പറയുന്നത് അധാർമികമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രതികരിച്ചിരിക്കും, യാതൊരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കില്ല. ധർമ്മമല്ലാത്ത കാര്യങ്ങൾക്ക് ഒരു ദാക്ഷിണ്യവുമില്ലാതെ പ്രതികരിക്കും. ഗർവുണ്ടാകും, അറിവിൻ ഉണ്ടെന്നുള്ള ഗർവ്. അത് തലക്കനം എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഗർവല്ല, മനസ്സിലാക്കി ഭയഭക്തി ബഹുമാനം ഉണ്ടാക്കുന്ന, ആ ആളിൽ ഭയഭക്തി ബഹുമാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഗർവ്, വെറുപ്പുളവാക്കുന്നതല്ല. ക്ഷമ ഉള്ള ആളാണ്. പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരും, പറയുന്നത് മനസ്സിലാക്കിയില്ലെങ്കിൽ. അത്തരത്തിലുള്ള ഗർവ്, ബഹുമാനം തോന്നിപ്പിക്കുന്ന ഗർവ്.
ഫലത്തെ, ഒരു കോൺഫിഡൻസ്, സാധന, ഒരു ഡിവൈൻ പൊട്ടൻഷ്യൽ, ഇതെല്ലാം തരുന്നത് 100% വ്യാഴമാണ്. ഈജിപ്ഷ്യൻ ദേവതകളായിട്ടുള്ള സീസോ, ഒളിമ്പ്യൻ, ഇങ്ങനെയൊക്കെയുള്ള ദേവതകളെല്ലാം വ്യാഴമാണ്. മഹാവിഷ്ണു വ്യാഴത്തിൻ്റെ അധിപതിയാണ്. ഇതിൽ ശനി ഗുരു ബന്ധമാണ് ഏറ്റവും വിജയകരമായിട്ടുള്ള എഫേർട്ടിന് കാരണമാകുന്നത്. അത് കഥാരൂപത്തിൽ പറയുമ്പോൾ നമ്മുടെ പാലാഴി മദന സമയത്ത് ഓർത്തുപോകും. പാലാഴി മദന സമയത്ത് നുരഞ്ഞ് അത് കടഞ്ഞുമ്പോൾ പൊങ്ങി വരുന്നത് എന്തെല്ലാമാണ്, അതുപോലെ നുരഞ്ഞ് പൊങ്ങി വരുന്ന സാധനമാണ് ശനി ഗുരു ബന്ധം പോലെ ഓരോ എഫേർട്ടുകളും. അപ്പോൾ എല്ലാം പതഞ്ഞ് പൊങ്ങി വരും. അതുപോലെ പ്രയത്നിക്കാനും വിജയം നേടാനും ഉള്ള കഴിവ് ഉണ്ടാക്കിത്തരുന്നത് ശനി ഗുരു ബന്ധങ്ങളാണ്. അത് വിജയത്തിൽ ആക്കിത്തരുന്നത്, റിയാലിറ്റിയിലേക്ക് പോകുവാനുള്ള കഴിവ് തരുന്നത്, ഇതെല്ലാം ഗുരു ശനി ബന്ധത്തിൽ ഉള്ളതാണ്. അതുപോലെ ഈശ്വരീയമായിട്ടുള്ള ബ്രഹ്മത്തെ അറിയുന്ന ജ്ഞാനികളെ ഉപദ്രവിക്കരുത്. ബ്രഹ്മത്തെ അറിയുന്നത് വേറെ ബ്രാഹ്മണ ശാപം. അതൊരു പർട്ടിക്കുലറായിട്ടുള്ള കാസ്റ്റ് അല്ല. ബ്രഹ്മത്തെ സാധനയിലൂടെ ആയാലും ഏത് രീതിയിലായാലും ബ്രഹ്മത്തെ അറിയുന്നവൻ, അങ്ങനെയാണ് ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണന്മാരെ, ആചാര്യന്മാരെ, ഗുരുക്കന്മാരെ, സാധനയിൽ മൂർത്തികളായിട്ടുള്ള സാധനയിലൂടെ ജ്ഞാനം, ദൈവത്തെ, ഈശ്വരാധീനത്തെ അറിയുന്നവരെ, ജ്ഞാനം സിദ്ധിച്ചവരെ, ഇവരെ ആരെയും ഉപദ്രവിക്കരുത്. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കുടുംബത്തിൽ ജനിച്ചവരല്ല ബ്രാഹ്മണർ എന്ന് പറയുന്നത്. ബ്രഹ്മത്തെ അറിഞ്ഞവരെയാണ് സൂചിപ്പിക്കുന്നത്. ആവശ്യം കഴിഞ്ഞാലും ഉണ്ടാകും വ്യാഴത്തിൻ്റെ പവർ. അതാണ്, ആവശ്യം കഴിഞ്ഞാലും ധനം ഉണ്ടാകും, നശിക്കില്ല. ക്ഷമയുടെ ആളാണ് വ്യാഴം. ചന്ദ്രന് താരയുമായി ബന്ധമുണ്ടെങ്കിലും ചന്ദ്രനോട് ക്ഷമിക്കുന്ന വ്യക്തിയാണ് വ്യാഴം. ശാപത്താൽ ചന്ദ്രൻ ക്ഷയിച്ച് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ശത്രുവിനോട് പോലും ക്ഷമിക്കും, പക്ഷേ മറക്കില്ല. ശാപം ഉണ്ടായി ക്ഷയിച്ച് ഇല്ലാതാവും. ശത്രുക്കളോട് ക്ഷമിക്കും, മറക്കത്തില്ല, ഒരിക്കലും ഉപദ്രവിക്കത്തില്ല. റിയൽ പ്രണയം സംഭവിക്കുന്ന 5-ാം ഭാവത്തിലുള്ള വ്യാഴമാണ് റിയൽ പ്രണയത്തെ, ത്യാഗപൂർണമായിട്ടുള്ള സ്നേഹത്തെ നൽകുന്നത്. സാധനയിലൂടെ മുന്നോട്ട് പോകുന്ന യഥാർത്ഥ അറിവ്, അതീന്ദ്രിയ ജ്ഞാനം വ്യാഴമാണ്. മഞ്ഞ നിറം, മഞ്ഞ വസ്തുക്കൾ, പുഷ്യരാഗം, വടക്ക് കിഴക്ക് ദിക്ക്, ഇതെല്ലാം വ്യാഴമാണ്. പൗരോഹിത്യം, പുരോഹിതന്മാര്, വിഷ്ണു അതിദേവതയായിട്ടുള്ള അവര്, ഗുരുത്വവും നന്മയും ഈശ്വരാധീന ചിന്തയും നഷ്ടപ്പെടുത്താതിരിക്കുക. വ്യാഴം ഒരു ജാതകത്തിലും പിഴച്ച് നിൽക്കരുത്. വ്യാഴം പിഴച്ചാൽ ഗുരുത്വം നഷ്ടപ്പെടും, ബ്രഹ്മത്തെ അറിയാനുള്ള വഴി ഇല്ലാതാവും, അധപ്പതനം സംഭവിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ഗുരുത്വവും നന്മയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും
എല്ലാവർക്കും ഗുരുത്വമുണ്ടാകട്ടെ. ഒരു വ്യാഴം ബലവാനായിട്ടുള്ള ഒരാൾ മതി 1000 ആളുകൾക്ക് തുല്യം. ഒരു വ്യാഴ ബലമുള്ള ഒരു വ്യക്തി 1000 ആളുകൾക്ക് നന്മയെ നൽകും. 1,00,000 ദേവന്മാരുടെ സദസ്സിൽ എല്ലാവരും വന്ദിക്കുന്നത്, നമസ്കരിക്കുന്ന വ്യക്തിത്വത്തിനുടമയാണ് വ്യാഴം. അതുകൊണ്ട് വ്യാഴം ബലവാനായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ 1,00,000 1000 പേർക്ക് 1,00,000 പേർക്ക് 1000 പേർക്ക് ഒരാൾ മതി. അതാണ് വ്യാഴത്തിൻ്റെ പവർ. വ്യക്തിത്വത്തിന് അംഗീകാരം, ക്ഷയം ഇല്ലാത്ത സ്ഥിരമായ ക്ഷമയുള്ള വ്യക്തിത്വത്തിന്, പാണ്ഡിത്യത്തിന് ഉടമ, അങ്ങനെയുള്ള ഗ്രഹമാണ് ബൃഹസ്പതി. അതുപോലെ സന്താനം, ധനം, അറിവ്, അധികാരം, ഐശ്വര്യം, രാജബഹുമാനങ്ങൾ, വേദാന്ത ജ്ഞാനങ്ങൾ, തൊഴില്, ഉപജീവന മാർഗം കണ്ടെത്താനുള്ള വകയുണ്ടാക്കി തരുന്നത് നേരാം വഴി, മന്ത്രവിദ്യ മനസ്സിലാക്കുന്ന കഴിവ്, ബുദ്ധികൂർമ്മത, ധാരണാശക്തി, ഏത് കാര്യങ്ങളും ഗ്രഹിക്കാനുള്ള ധാരണാശക്തി, ധാർമ്മിക വിശ്വാസം, മതപരമായ ചടങ്ങുകൾ, വാഹന സുഖം, ഗ്രന്ഥരചന, പരോപകാരം, സ്ഥിരമായ വരവ്, അസ്തിത്വമില്ലാത്ത, നശിക്കാത്ത സ്ഥായിയായ സ്ഥിരമായ വരവ്, സന്താന സുഖം, സംസ്കൃത ഭാഷയിൽ ജ്ഞാനം, മന്ത്രോപദേശം ചെയ്യാനുള്ള കഴിവ്, നിയമജ്ഞാനം, വ്യാപാരം, സ്വത്ത്, സ്വർണ വ്യാപാരം, കൊടുക്കൽ വാങ്ങൽ, പണം ഇടപാടുകൾ, ശാന്തി, ജോലിയോട് പ്രിയം, ജീവിതത്തിൽ അടുക്കും ചിട്ടയും, ആരോഗ്യം, മധുരമായ സംഭാഷണം, ആരും കേട്ടിരുന്നു പോകുന്ന, ഒരിക്കലും ഈ ബന്ധം വിട്ടുപോകരുതേ എന്ന് തോന്നിപ്പിക്കുന്ന മധുരമായ സംഭാഷണത്തിന് ഉടമ, വിഷ്ണുഭക്തി, പാണ്ഡിത്യം, ആചാര്യത്വം, സൽസ്വഭാവം, സത്സംഗത്തിനോട് താല്പര്യം, ദേവ ബ്രാഹ്മണ ഭക്തി, ബഹുമാനം, ശരീരസുഖം, മഞ്ഞ വസ്ത്രം, മഞ്ഞ ധാന്യങ്ങൾ, മഞ്ഞപ്പൂവ്, മഞ്ഞ നിറം, സ്വർണം, പുഷ്യരാഗം, രത്നം, തേൻ, മഞ്ഞൾ, മധുരം, ആന, വിദ്യാഭ്യാസം, യശസ്, മംഗളകർമ്മങ്ങൾ, ദാനധർമാദികൾ, ഇതൊക്കെ ചെയ്യാനുള്ള കഴിവ്, മനസ്സ്, വാഹനം, വീട്, ദീർഘയാത്രകൾ, വിദേശ ജോലി, തീർത്ഥാടനം, ഇതെല്ലാം വ്യാഴപരമായിട്ടുള്ള കാര്യത്തിന് സാക്ഷ്യം വഹിക്കുന്നതാണ്. കുലാചാരപരമായിട്ടുള്ള ധർമ്മങ്ങൾ, ഗുരുഭക്തി, പാരമ്പര്യമായിട്ടുള്ള ക്രമങ്ങൾ അനുവർത്തിച്ചു പോകുന്ന ചര്യ, ശുചിത്വത്തിലുള്ള താല്പര്യം, യോഗാഭ്യാസം, സന്യാസം, ജപം, ധ്യാനം, നിത്യനൈമിത്തിക കാര്യങ്ങൾ, ഏകപത്നീത്വം, സ്ത്രീകളുടെ പാതിവ്രത്യം, മന്ത്രോപാസന, വിഷ്ണുപൂജ, പുരാണ പാരായണം, ദേവചൈതന്യം, ഇതുപോണക്കുള്ള ശുഭകർമ്മങ്ങൾ, പൂണുനൂല്, പണമിടപാടുകൾ, ദൈവഭക്തി, നാണയം,
കമ്മട്ടം, വ്രതാനുഷ്ഠാനം, അരശുമരം, ഭാഗ്യം തുണയ്ക്കുന്നത് ഏത് രീതിയിലും, സന്താനങ്ങളുടെ ശുഭ അശുഭം, ഇതെല്ലാം വ്യാഴപ്രീതിയാണ്. മൂത്രാശയ രോഗങ്ങളും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങള്, കർണരോഗങ്ങള്, ഓർമ്മശക്തിക്കുറവ്, ഹെർണിയ, കഫരോഗങ്ങള്, മാനസിക ഗ്ലാനി, തലചുറ്റല്, കോപങ്ങള്, ദേവശാപം, ഗുരുശാപം, ബ്രാഹ്മണശാപ രോഗങ്ങള്, യക്ഷ, ഗന്ധർവ, കിന്നരാദി ശാപ ബാധകള്, ഇതെല്ലാം വ്യാഴത്തിലൂടെ സംഭവിക്കുന്നതാണ്. ഇതാണ് വ്യാഴത്തിൻ്റെതായിട്ടുള്ള കാരകത്വത്തിലുള്ള കാര്യങ്ങൾ. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു.